Good evening, students. നമുക്ക് രണ്ട് എക്സാമ്പിളൂടെ നമുക്ക് നോക്കാം. Okay, all of you take your seventh question. Seventh question എടുത്ത് a coin is biased so that the head is 3 times as likely to occur as tail. If the coin is tossed twice, find the probability distribution of number of tails. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ടെയിൽ എത്ര ആണോ കിട്ടുന്നത് അതിൻ്റെ ആ പ്രോബബിലിറ്റിയുടെ 3 ഇരട്ടിയാണ് എന്തെന്ന് പറയുന്നത്, ഹെഡ് എന്ന് പറയുന്നത്. ടെയിൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റിംഗ് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3x ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഇഫ് ദ കോയിൻ ഈസ് ടോസ്ഡ് ട്വൈസ്, 2 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുമ്പം ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നമ്പർ ഓഫ് ടെയിൽസ്. നമ്പർ ഓഫ് ടെയിൽസിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കാണുക, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടെയിൽസ് കിട്ടാനുള്ള ചാൻസ്, അതിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ കാണുക അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്തെടുക്കണം? ടെയിൽ വീഴുമ്പോഴത്തെ പ്രോബബിലിറ്റി ആയിട്ട് നമുക്കൊരു വാല്യൂ കൺസിഡർ ചെയ്യണം. ആ വാല്യൂവിൽ നിന്ന് ഹെഡ് കിട്ടുന്ന ഒരു പ്രോബബിലിറ്റി നമുക്ക് കൺസിഡർ ചെയ്യണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് നോക്കിയ 7th ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എഴുതിക്കേ ലെറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് getting a tail be x. എന്തായിരുന്നു? ടെയിൽ കിട്ടുന്ന പ്രോബബിലിറ്റി എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. നമുക്കറിയത്തില്ല, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടെയിൽ എത്രയാണോ ഒക്കൂർ ചെയ്യുന്നത് അതിൻ്റെ 3 ഇരട്ടിയാണ് എന്തെന്ന് പറയുന്നത്, ഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ടെയിൽ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യണം, എങ്കിലല്ലേ ഹെഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പൊ നമ്മൾ എന്തെടുത്തു? നമ്മൾ കൺസിഡർ ചെയ്യാണ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി നമ്മൾ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. അപ്പൊ എന്ത് വരും? ഇപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് ടെയിൽ അല്ലെ, പ്രോബബിലിറ്റി ഓഫ് ടെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. ദെൻ അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഹെഡിന്റെ പ്രോബബിലിറ്റി എന്താ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ടെയിൽ എന്താണോ കിട്ടുന്നത് അതിന്റെ 3 ഇരട്ടി അല്ലെ. ദാറ്റ് മീൻസ് 3x. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടെയിൽ നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? 3x അല്ലെ. ആൻഡ് വി നോ ദാറ്റ്, നമുക്കറിയാം സം ഓഫ് ദ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്ര? 1 അല്ലെ. നമുക്കിനി എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? നമ്പർ ഓഫ് ടെയിൽസ് 2 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇതിന്റെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ എക്സിന്റെ വാല്യൂ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഓൾറെഡി അറിയാം. എന്തറിയാം? വി നോ ദാറ്റ് the sum of the probability is 1. പ്രോബബിലിറ്റിയുടെ സം എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എങ്ങനെ വരും? P of t plus P of h എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. Probability of getting tail plus probability of getting head is equal to 1. കാരണം sum of the probability 1 ആണ് നമുക്കറിയാം അല്ലേ. അപ്പൊ P of t യുടെ വാല്യൂ എന്താണ്? x പ്ലസ് P of head h ന്റെ വാല്യൂ എന്താണ്? 3x. അപ്പൊ എന്താ? x plus 3x equal to 1. അപ്പൊ x plus 3x എന്ന് പറഞ്ഞാൽ 1x plus 3x എന്ന് പറഞ്ഞാൽ 4x അല്ലേ. 4x equal to 1 where x equal to 1/4. x ന്റെ വാല്യൂ നമുക്ക് 1/4 എന്ന് കിട്ടി. അപ്പൊ നമുക്കറിയാം therefore x ന്റെ വാല്യൂ 1/4 ആണെങ്കിൽ P of t എന്താണ്? P of t equal to x അല്ലേ. സോ x ന്റെ വാല്യൂ 1/4 ആണെങ്കിൽ P of t equal to 1/4. അപ്പം പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1/4. ആൻഡ് P of head, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് വീഴാനുള്ള പ്രോബബിലിറ്റി ഏത്? 3x. ദാറ്റ് മീൻസ് 3 into 1/4, that is 3/4 അല്ലേ. അപ്പൊ P of ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര കിട്ടി? 3/4. ഇത്രയും ക്ലിയർ ആയോ? ഫസ്റ്റ് സെക്ഷൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടെയിൽ എന്താണോ കിട്ടുന്നത് അതിന്റെ 3 ഇരട്ടിയാണ് ഹെഡ് ഒക്കൂർ ചെയ്യുമ്പോഴെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ടെയിൽ വീഴുമ്പോഴത്തെ പ്രോബബിലിറ്റി നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ടെയിൽ എന്ന് പറയുന്നത് എക്സ് ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് ഹെഡിൽ വീഴാനുള്ള പ്രോബബിലിറ്റി തന്നെ 3x ആണ്, 3 ഇരട്ടിയാണ് അല്ലെ. 3x.
ദെൻ നമുക്കറിയാം സം ഓഫ് ദ പ്രോബബിലിറ്റി 1 ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? സം ഓഫ് ദ പ്രോബബിലിറ്റി 1 ആണെന്നറിയാം. സോ പി ഓഫ് ടി പ്ലസ് പി ഓഫ് എച്ച് ഈക്വൽ ടു 1. അപ്പൊ എന്ത് വരും? പി ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് പ്ലസ് പി ഓഫ് എച്ച് എന്ന് പറയുന്നത് 3x. എക്സ് പ്ലസ് 3x ഈക്വൽ ടു 1. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 4x ഈക്വൽ ടു 1, x ഈക്വൽ ടു 1/4. then എന്ത് ചെയ്തു? പി ഓഫ് ടിയിലും പി ഓഫ് എച്ചിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പി ഓഫ് ടി എന്ന് പറയുന്നത് x ആണ്. സോ പി ഓഫ് ടി ഈക്വൽ ടു 1/4. then പി ഓഫ് എച്ച് എന്ന് പറയുന്നത് 3x ആണ്. 3 into 1/4 that is 3/4. ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ, റബ്ബ് ചെയ്തേക്കട്ടെ. then ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞേക്കുന്നത്? when a coin is tossed 2 times അല്ലേ? when a coin is tossed 2 times, coin 2 പ്രാവശ്യമാണ് ടോസ് ചെയ്യുന്നെങ്കിൽ എഴുതിക്കേ. when a coin is tossed 2 times, when a coin is tossed 2 times, coin 2 പ്രാവശ്യമാണ് ടോസ് ചെയ്യുന്നെങ്കിൽ, 2 പ്രാവശ്യമാണ് കോയിൻ ടോസ് ചെയ്യുമ്പോഴത്തെ സാമ്പിൾ സ്പേസ് എത്ര? s equal to h h h t t h t t ഇല്ലയോ? then x x എന്തായിട്ട് എടുക്കാം? x be the number of tails appears in the two toes drawing അല്ലേ? 2 ടോസ് സോറി 2 coin tossed 2 times. അപ്പം നമ്പർ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കണം? 2 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുമ്പോൾ ടെയില് വീഴുന്നതായിട്ട് നമുക്ക് എന്തായിട്ട് എടുക്കണം? എക്സ് ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ എഴുതിക്ക് എക്സ്. എക്സ് എങ്ങനെ എഴുതാം? ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ. ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ representing number of tails, representing the number of tails. ഓക്കെ, അപ്പൊ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ടെയിൽസ്, എത്ര ടെയിൽസ് വീഴുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ സാമ്പിൾ സ്പേസിൽ എക്സ് ക്യാൻ ടേക്ക് ദ വാല്യൂ. എക്സിന് ഏതൊക്കെ വാല്യൂസ് എടുക്കാം? ഏതൊക്കെ വാല്യൂ എടുക്കാം? നോക്കിയേ, എക്സ് ക്യാൻ ടേക്ക് ദ വാല്യൂ. ഏതൊക്കെ വാല്യൂ എടുക്കാം? എക്സിന് നമ്പർ ഓഫ് ടെയിൽ ആണ് വീഴേണ്ടത് അല്ലെ? അപ്പൊ നമ്പർ ഓഫ് ടെയിൽസിന്റെ പ്രോബബിലിറ്റി ആണ് നമുക്ക് എടുക്കണ്ടേ. അപ്പൊ നമ്മുടെ സാമ്പിൾ സ്പേസിലേക്ക് നോക്കുക, എത്ര വാല്യൂ എടുക്കാം? എക്സ് 0 എടുക്കാം, എക്സ് 1 എടുക്കാം, എക്സ് 2 എടുക്കാം. എക്സ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ടെയിൽ അപ്പിയേഴ്സ്. 2 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോഴും ഒരു ടെയിലും വീണില്ല എങ്കിൽ ദാറ്റ് കേസ് ഈസ് എക്സ് ഈക്വൽ ടു 0. ദെൻ എക്സ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു പ്രാവശ്യം ടെയില് വീഴുക. ദാറ്റ് കേസ് ഈസ് എക്സ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ 2 പ്രാവശ്യവും ടെയില് വീഴുക അല്ലേ? അപ്പൊ 2 പ്രാവശ്യവും ടെയില് വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് അപ്പുറം വേറൊരെണ്ണം കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. എക്സ് 0 ആയി, 1 ആയി, 2 ആയി. 3 കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഏറ്റവും കൂടിയ ചാൻസ് എത്ര? എക്സ് ഈക്വൽ ടു 2 ആണ്. കാരണം 2 പ്രാവശ്യമേ കോയിൻ ടോസ് ചെയ്യുന്നുള്ളൂ. 2 പ്രാവശ്യം ടെയില് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേസ് അവിടെ കൊണ്ട് കഴിഞ്ഞു. അപ്പോൾ എക്സ് ക്യാൻ ടേക്ക് ദ വാല്യൂ. എക്സ് എടുക്കുന്ന വാല്യൂന്റെ ഏതൊക്കെ എടുക്കാം? 0, 1, 2. ഇതാണ് എക്സ് ക്യാൻ ടേക്ക് ദ വാല്യൂ 0, 1, 2. ഓക്കെ, ഇനി എന്ത് കാണാം? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കാണാം അല്ലേ? അപ്പൊ നോക്കിക്കേ, പി ഓഫ് എക്സ് ഈക്വൽ ടു 0. പി ഓഫ് എക്സ് ഈക്വൽ ടു 0. പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ടെയിൽ, ടെയില് ഇല്ല. അപ്പൊ പിന്നെ ഏതായിരിക്കും വരുന്നത്? ടെയിൽ ഇല്ലാത്ത കേസ് നമ്മുടെ സാമ്പിൾ സ്പേസിൽ ഏതാ ഉള്ളത്? ഹെഡ് അല്ലേ? പ്രോബബിലിറ്റി ഓഫ് 2 ഹെഡ് വീഴുന്ന ഔട്ട്കം അല്ലേ? അപ്പൊ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഔട്ട്കമാണ് നമ്മൾ എടുക്കുന്നത്? എച്ച് എച്ച്. സാമ്പിൾ സ്പേസിൽ എച്ച് എച്ച്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എച്ച് എച്ച്, എച്ച് എച്ച് വീഴാനുള്ള പ്രോബബിലിറ്റി അത് നമുക്ക് എങ്ങനെ എടുക്കാം? നമുക്ക് ഓൾറെഡി അറിയാം പ്രോബബിലിറ്റി ഓഫ് എച്ച് എന്ന് പറയുന്നത് 3/4 ആണ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു വെച്ചു. ഇവിടെ എത്ര എച്ച് ഉണ്ട്? 2 എച്ച് ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എച്ച് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എച്ച്. അതെന്താണ്? 3/4 ഇൻറ്റു 3/4. എത്ര വരും? 9/16. അപ്പം പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എത്രയാണ്? 9/16. ഓക്കെ, ദെൻ അടുത്ത കേസ് എത്ര? പി ഓഫ് എക്സ് ഈക്വൽ ടു 1. എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു 1.
എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര കേസ് വരും? 2 കേസസ് വരും അല്ലേ? ഏതൊക്കെയാ വരുന്നത്? പി ഓഫ് എച്ച് ടി പ്ലസ് പി ഓഫ് ടി എച്ച്. ഏതൊക്കെയാ വരുന്നത്? പി ഓഫ് എച്ച് ടി പ്ലസ് പി ഓഫ് ടി എച്ച് അല്ലേ? അതായത് ആദ്യം ഹെഡ് വീഴാം, രണ്ടാമത് ടെയിൽ വീഴാം, പിന്നെ ആദ്യം ടെയിൽ വീഴാം, രണ്ടാമത് ഹെഡ് വീഴാം. ആ കേസാണ് അല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്തൊക്കെ വരും? പി ഓഫ് എച്ച്, പി ഓഫ് ടി പ്ലസ് പി ഓഫ് ടി പ്ലസ് ഇൻറ്റു പി ഓഫ് എച്ച് അല്ലേ? അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഹെഡ് വീഴാനുള്ള പ്രോബിലിറ്റി എത്രയായിരുന്നു? 3/4 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ടെയിൽ വീഴാനുള്ള പ്രോബിലിറ്റി എത്രയായിരുന്നു? 1/4 അല്ലേ? പ്ലസ് ആദ്യത്തെ നോക്കിയേ പ്രോബിലിറ്റി ഓഫ് ഹെഡും ടെയിലും. അപ്പൊ പ്രോബിലിറ്റി ഓഫ് ഹെഡ് വീഴാനുള്ള പ്രോബിലിറ്റി വന്ന് 3/4. പ്രോബിലിറ്റി ഓഫ് ടെയിൽ വീഴാനുള്ള പ്രോബിലിറ്റി 1/4. സോ 3/4 ഇൻറ്റു 1/4 പ്ലസ് അടുത്ത കേസ് ഏതാ? പ്രോബിലിറ്റി ഓഫ് ടെയിൽ. പ്രോബിലിറ്റി ഓഫ് ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ഹെഡ് എന്ന് പറയുന്നത് 3/4. കാൽക്കുലേറ്റ് ചെയ്തേ, എത്ര വരും? 3/16 പ്ലസ് 3/16 അല്ലേ? അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് എത്രയാണ്? 3/16 പ്ലസ് 3/16 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 6/16 നമുക്ക് 6/16 അല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട കാര്യമില്ല, ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ഡിനോമിനേറ്റർ അതുപോലെ എടുത്ത് എഴുതുക, ന്യൂമറേറ്റർ തമ്മിൽ പ്ലസ് ചെയ്യുക. ഡിനോമിനേറ്റർ വ്യത്യാസം വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഈ 6/16 വീണ്ടും വേണമെങ്കിൽ ഒന്നും കൂടെ കട്ട് ചെയ്ത് എഴുതാം. എത്ര കൊണ്ട്? 2 കൊണ്ട് കട്ട് ചെയ്യലോ? 3/8 വരും. 2 × 3 6, 8 × 2 16. 3/8 വേണമെങ്കിൽ എഴുതാം, 6/16 വേണമെങ്കിൽ എഴുതാം. അപ്പൊ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് 6/16 അല്ലെങ്കിൽ 3/8. ഓക്കെ, പി ഓഫ് എക്സ് ഈക്വൽ ടു 1 കിട്ടിയല്ലോ. ദെൻ ഇനി ഏത് കേസ് ഉണ്ട്? പി ഓഫ് എക്സ് ഈക്വൽ ടു 2. പി ഓഫ് എക്സ് ഈക്വൽ ടു 2. പി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് രണ്ടും ടെയിൽ വീഴുക അല്ലേ? അപ്പൊ ഏതാ വരുന്നത്? പ്രോബബിലിറ്റി ഓഫ് ടെയിൽ, രണ്ടും ടെയിൽ. ഇപ്പൊ രണ്ടും ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടെയിൽ 1/4 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അടുത്തതും ടെയിൽ അല്ലേ? 1/4. 1/4 ഇൻറ്റു 1/4 എന്ന് പറയുമ്പോൾ 1/16. അപ്പം പി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് 1/16. then എന്ത് ചെയ്യുക? ലാസ്റ്റിൽ ടാബിൾ കോളം വരയ്ക്കുക. എക്സ് പി ഓഫ് എക്സ് 0 1 2. എക്സ് 0 ആയിരിക്കുമ്പോഴത്തെ പി ഓഫ് എക്സ് നമുക്ക് എന്തോ കിട്ടിയേ? 9/16. എക്സ് 1 ആയിരിക്കുമ്പോഴത്തെ 6/16 അല്ലെങ്കിൽ 3/8 എന്ന് വേണമെങ്കിലും എടുക്കാം. പിന്നെ എക്സ് 2 ആയിരിക്കുമ്പോഴത്തെ വാല്യൂ എന്തോ കിട്ടിയേ? 1/16. ഓക്കെ, അപ്പൊ ഈ 7th പ്രോബ്ലം ഓക്കെ ആയല്ലോ. ദെൻ നെക്സ്റ്റ് വൺ 8. എല്ലാവരും നോക്കിയേ, 8th ക്വസ്റ്റ്യൻ. എ റാൻഡം വേരിയബിൾ എക്സ് ഹാസ് ദ ഫോളോയിങ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങോട്ട് തന്നേക്കുക അല്ലേ? നമുക്ക് അതിൽ നിന്ന് അവർ പറഞ്ഞിരിക്കുന്ന ഒരു 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ഓപ്ഷൻസ് കണ്ടുപിടിക്കണം. ആദ്യം കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ പി ഓഫ് എക്സ് ലെസ് ദാൻ 3 കണ്ടുപിടിക്കുക. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 6 കണ്ടുപിടിക്കുക. പിന്നെ കണ്ടുപിടിക്കേണ്ടേ പി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. അപ്പൊ നോക്കി 8th ക്വസ്റ്റ്യൻ. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്തേ. 8th ക്വസ്റ്റ്യന്റെ ആദ്യം ജസ്റ്റ് ടാബിൾ കോളം ഒന്ന് എഴുതുക. എക്സ് പി ഓഫ് എക്സ് ഏതൊക്കെ വരുന്നത്? 0 മുതൽ 7 വരെ. 0 1 2 3 4 5 6 7. എക്സ് 0 ആയിരിക്കുമ്പം 0 കെയർ 2 കെയർ 2 കെയർ 3 കെയർ കെ സ്ക്വയർ 2 കെ സ്ക്വയർ പിന്നെ 7 കെ സ്ക്വയർ പ്ലസ് കെ. 7 കെ സ്ക്വയർ പ്ലസ് കെ. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമൈൻ കെ. ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് കെയുടെ വാല്യൂ കണ്ടുപിടിക്കും. കെയുടെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ആ കെയിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ?
ഓക്കെ, നോക്കിക്കേ, കെയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സം ഓഫ് ദ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. നമുക്കറിയാം സം ഓഫ് ദ പ്രോബബിലിറ്റി എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം അല്ലേ? ഫസ്റ്റ് അത് എനിക്ക് വി നോ ദാറ്റ് സം ഓഫ് ദ പ്രോബബിലിറ്റി ഈസ് 1. പ്രോബബിലിറ്റിയുടെ സം എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബബിലിറ്റി ഫുൾ സം ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 1 കിട്ടണം അല്ലേ? അപ്പൊ എഴുതിക്ക് 0 പ്ലസ് കെ പ്ലസ് 2k പ്ലസ് 2k പ്ലസ് 3k പ്ലസ് കെ സ്ക്വയർ പ്ലസ് 2k സ്ക്വയർ പ്ലസ് 7k സ്ക്വയർ പ്ലസ് k ഈക്വൽ ടു 1. ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വാല്യുവേറ്റ് ചെയ്യാം അല്ലേ? ആദ്യം കെ സ്ക്വയറിന്റെ ടേം എത്ര ഉണ്ടെന്ന് നോക്കിയേ. 2k സ്ക്വയർ 7k സ്ക്വയർ k സ്ക്വയർ. അപ്പം 7 പ്ലസ് 2 9, 9 പ്ലസ് 1 10. അപ്പൊ എത്ര കെ സ്ക്വയർ ഉണ്ട്? 10 കെ സ്ക്വയർ പ്ലസ് ഇനി അടുത്ത നോക്കി കെയുടെ ടേംസ് നോക്കിക്കേ. കെ 2k, കെ പ്ലസ് 2k എന്ന് പറയുമ്പോൾ 3k പ്ലസ് 2k 5k പ്ലസ് 3k 5k പ്ലസ് 3k എന്ന് പറയുമ്പോൾ 8k പ്ലസ് k 9k. അപ്പൊ ആദ്യം കെ സ്ക്വയറിന്റെ ടേം കൂട്ടി എഴുതി then k. അപ്പം 9k. then റിമൈനിങ് എന്താ ഉള്ളത്? ഈക്വൽ ടു 1. ഈക്വൽ ടു 1 ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ പ്ലസ് 1 എന്താവും? മൈനസ് 1 ആവും അല്ലേ? അപ്പൊ എന്ത് കിട്ടി? 10k സ്ക്വയർ പ്ലസ് 9k മൈനസ് 1. എന്ത് കിട്ടി? 10k സ്ക്വയർ പ്ലസ് 9k മൈനസ് 1. അതായത് ഈക്വൽ സൈൻ അപ്പുറത്തുള്ള 1 ഇപ്പുറത്ത് വന്നപ്പോൾ മൈനസ് 1. വേണമെങ്കിൽ ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇതിനെങ്ങനെ 10k സ്ക്വയർ പ്ലസ് 9k മൈനസ് 1 ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? 10k മൈനസ് 1 ഇൻറ്റു k മൈനസ് 1 അല്ലേ? സോറി, മൈനസ് 1 പ്ലസ് 1. അപ്പൊ എന്ത് വരും? 10k സ്ക്വയർ പ്ലസ് 9k മൈനസ് 1 ഞാൻ എന്ത് ചെയ്തു? സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? 10k മൈനസ് 1 ഇൻറ്റു k പ്ലസ് 1. അത് നമ്മൾ ചെറിയ ക്ലാസ് പഠിക്കുന്ന നമ്മുടെ ഇക്വേഷനെ നമ്മൾ കൊച്ചാക്കുക അല്ലേ? അപ്പൊ എങ്ങനെ എഴുതി? 10k മൈനസ് 1 ഇൻറ്റു k പ്ലസ് 1 എന്ന് കിട്ടി. ഓക്കെ, then ഇനി നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കണ്ടേ? കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? ഒന്ന് 10k മൈനസ് 1, ഒന്ന് k പ്ലസ് 1. അപ്പൊ k പ്ലസ് 1ൽ നിന്ന് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? k പ്ലസ് 1 ഈക്വൽ ടു 0. ഒരു ടേം 10k മൈനസ് 1, ഒരു ടേം k പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 0 ആണ് അല്ലേ? അപ്പൊ k പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ്. അതിൽ നിന്ന് കെയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ k ഈക്വൽ ടു മൈനസ് 1. അപ്പൊ കെയുടെ ഒരു വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 1. അടുത്ത എന്താ കിട്ടിയിരിക്കുന്നത്? 10k മൈനസ് 1 ഈക്വൽ ടു 0. 10k മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? 10k ഈക്വൽ ടു മൈനസ് 1 അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 1. k എന്ന് പറയുന്നത് ഇവിടെ ഇൻറ്റു ആയിട്ടാണെങ്കിൽ ഈക്വൽ സൈൻ അപ്പുറത്ത് വരുമ്പോൾ ഡിനോമിനേറ്റർ ആവും. അപ്പൊ എങ്ങനെ വരും? k ഈക്വൽ ടു 1/10. അപ്പൊ kക്ക് രണ്ട് വാല്യൂ കിട്ടി. ഒന്ന് മൈനസ് 1ഉം ഒന്ന് 1/10. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? കെയുടെ രണ്ട് വാല്യൂ കിട്ടി. മൈനസ് 1ഉം കിട്ടി, 1/10ഉം കിട്ടി. ഇനി നമ്മുടെ പ്രോബബിലിറ്റിയുടെ കേസിൽ നെഗറ്റീവ് വാല്യൂസ് നമുക്ക് ആക്സസിബിൾ അല്ല. നെഗറ്റീവ് വാല്യൂസ് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്തില്ല. സോ നമ്മൾ എടുക്കുന്നത് ഏതാണ്? k ഈക്വൽ ടു 1/10. സോ ഓൾ ഓഫ് യു റൈറ്റ്. അവിടെ എഴുതിക്കേ എന്ത് റീസൺ കൊണ്ടാണ് 1/10 എടുക്കുന്നതെന്ന് എഴുതിക്കേ. -1 is not possible. എഴുതിക്കോ, ഞാൻ പറഞ്ഞുതരാം. -1 is not possible as the probability of an event is never negative. എഴുതിക്കേ, -1 is not possible as the probability of an event is never negative. -1 എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഒരു പ്രോബബിലിറ്റിയുടെ ഇവന്റിൽ നെഗറ്റീവ് വാല്യൂസ് ഒരിക്കലും നമ്മൾ എടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ കെയുടെ വാല്യൂ നമുക്ക് എന്തായിട്ട് കിട്ടി? 1/10. അപ്പൊ കെയുടെ വാല്യൂ എന്താണ്? 1/10. വേർ k ഈക്വൽ ടു 1/10. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് കിട്ടി k ഈക്വൽ ടു 1/10. ഓക്കെ, എഴുതിയല്ലോ. ദെൻ ഇനി സെക്കൻഡ് ഓപ്ഷൻ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? x ലെസ് ദാൻ 3 അല്ലേ? x ലെസ് ദാൻ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 3ക്ക് താഴെയുള്ള വാല്യൂസ് അല്ലേ? അപ്പൊ p ഓഫ് x ലെസ് ദാൻ 3. ഇവിടെ നോക്കിക്കേ, x ലെസ് ദാൻ 3 ഏതൊക്കെയുള്ളേ? 0, 1, 2 അല്ലേ? p ഓഫ് x ലെസ് ദാൻ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, 1, 2 അല്ലേ ഉള്ളൂ. അപ്പൊ എങ്ങനെ എഴുതാം? p of x less than 3 equal to p of
x equal to 0 plus p of x equal to 1 plus p of x equal to 2. ഓക്കെ, ഇനി എഴുതിക്കേ x0 ആയിരിക്കുമ്പോഴത്തെ വാല്യൂ 0 പ്ലസ് x1 ആയിരിക്കുമ്പോഴത്തെ വാല്യൂ k പ്ലസ് x2 ആയിരിക്കുമ്പോഴത്തെ വാല്യൂ 2k അല്ലേ? k യുടെ വാല്യൂ നമുക്ക് എന്തറിയാം? we know that k equal to 1/10. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ 0 അങ്ങനെ പോകും. k എന്ന് പറഞ്ഞാൽ 1/10 പ്ലസ് 2k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 into 1/10 that is 2/10 അല്ലേ? കണ്ടുപിടിച്ചേ. അപ്പൊ എന്ത് വരും ആൻസർ? x ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3/10 അല്ലേ? ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമ്മൾ ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്ത് എഴുതും 3/10. അപ്പം x ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 3/10. എഴുതിയോ? 3/10. ഓക്കെ, ഇനി അടുത്ത എന്താ? അടുത്ത ഓപ്ഷൻ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? x ഗ്രേറ്റർ ദാൻ 6 പ്രത്യേകമാണേ. ദെൻ അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? x ഗ്രേറ്റർ ദാൻ 6. ഗ്രേറ്റർ ദാൻ 6 എന്ന് പറഞ്ഞാൽ 6ന് കഴിഞ്ഞ് വരുന്നത് അല്ലേ? 6 കഴിഞ്ഞ് ഇവിടെ ഏതാ ഉള്ളത്? 7 ഉള്ളൂ അല്ലേ? അപ്പൊ എന്ത് വരും? p of x ഗ്രേറ്റർ ദാൻ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p of x equal to 7. x equal to 7 ന്റെ വാല്യൂ എന്താ? 7k² plus k അല്ലേ? 7k² plus k and we know that k equal to 1/10. k യുടെ വാല്യൂ 1/10 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ 7 into 1/10 the whole square plus 1/10. അപ്പോൾ എന്ത് വരും? 7/100 plus 1/10. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അപ്പോൾ എന്ത് വരും? 7 into 10 70 plus 100 into 100 divided by 1000. അപ്പോൾ എന്ത് വരും? 70 plus 100 എന്ന് പറഞ്ഞാൽ 170 divided by 1000. കട്ട് ചെയ്ത് കൂടെ. അപ്പോൾ റിമൈനിങ് എന്ത് വരും? 0 കട്ട് ചെയ്യുമ്പോൾ 17/100. അപ്പോൾ p of x greater than 6 എന്ന് പറഞ്ഞാൽ എന്താണ്? p of x greater than 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 17/100. p of x greater than 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 17/100. ഇനി അടുത്ത ഏതാ? ഫോർത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? p of p of 0 less than x less than 3 അല്ലയോ? p of 0 less than x less than 3. അപ്പോൾ 0 less than x less than 3 എന്ന് പറഞ്ഞാൽ എന്താ? 0ക്കും 3ക്കും ഇടയ്ക്കുള്ള വാല്യൂസ് അല്ലേ? 0ക്കും 3ക്കും ഇടയ്ക്കുള്ള വാല്യൂസ് ഏതാ? 1 ഉം 2 അല്ലയോ? അപ്പോൾ എന്ത് വരും? which is equal to p of x equal to 1 plus p of x equal to 2. p of x equal to 1 എന്ന് പറയുന്നത് k ആണ് പ്ലസ് p of x equal to 2 എന്ന് പറയുന്നത് 2k. അപ്പോൾ 1/10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1/10 k യുടെ വാല്യൂ 1/10 ആണ് അല്ലേ? അപ്പോൾ 1/10 plus 2/10 അത് എന്ത് കിട്ടും? 3/10. അപ്പം p of 0 less than x less than 3 എന്ന് പറയുന്നത് എന്താണ്? 3/10. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം ഏതാ? 9 പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യണം? ഹോംവർക്ക് ചെയ്യണം. ഓക്കെ, ഹോംവർക്ക് ചെയ്തിട്ട് മാത്സിന്റെ ഗ്രൂപ്പിൽ മിസ്സും കൂടി ഇപ്പോൾ ഉണ്ട്. മാത്സിന്റെ ഗ്രൂപ്പിലോട്ട് നിങ്ങൾ ഇട്ടാൽ മതി. ഓരോരുത്തരും ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് ജസ്റ്റ് ഇടുക. ഒന്നിൽ കൂടുതൽ പേജ് ഉണ്ടെങ്കിൽ അത് PDF ആയിട്ട് ഇടുക. ഒരു പേജേ ഉള്ളതെന്നുണ്ടെങ്കിൽ ഫോട്ടോ ആയിട്ട് ഇടുക. ഓക്കെ, വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ക്ലിയർ ആയിട്ട് ഇതിൻ്റെ അകത്തുണ്ട്. ദ റാൻഡം വേരിയബിൾ എക്സ് ഹാസ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ p of x of the following form where k is some another. x 0 ആയിരിക്കുമ്പോൾ k ആണ്, x 1 ആയിരിക്കുമ്പോൾ 2k ആണ്, x 2 ആയിരിക്കുമ്പോൾ 3k. വേറെ എന്ത് വന്നു കഴിഞ്ഞാലും 0 അല്ലേ? അപ്പോൾ ആദ്യം അതിനെ എന്താക്കണം? ടാബുലർ കോളത്തിലേക്ക് ആക്കുക. അപ്പോൾ ടാബുലർ കോളത്തിലേക്ക് ആക്കുമ്പോൾ എങ്ങനെ വരും? x p of x x0 x1 x2 വേറെ ഏത് കേസ് വന്നു കഴിഞ്ഞാലും 0 അതിവിടെ കൊടുത്തിട്ടുണ്ട്. x 0 ആകുമ്പോഴത്തെ p of x എന്ന് പറയുന്നത് k, x1 ആയിരിക്കുമ്പോഴത്തെ p of x എന്ന് പറയുന്നത് 2k, x2 ആയിരിക്കുമ്പോഴത്തെ p of x എന്ന് പറയുന്നത് 3k. ഇങ്ങനെ ആദ്യം ടാബുലർ കോളം എഴുതുക. ദെൻ ആദ്യത്തെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് k, k യുടെ വാല്യൂ കണ്ടുപിടിക്കുക.
ഫസ്റ്റ് ഓപ്ഷൻ കെയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സം ഓഫ് ദ പ്രോബബിലിറ്റി 1 ആക്കി കൊടുക്കുക, എന്നിട്ട് കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ സെക്കൻഡ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് പി ഓഫ് എക്സ് ലെസ് ദാൻ 2. അതിന്റെ തന്നെ 3 എണ്ണം പറഞ്ഞിരിക്കുകയാണ്. അതിൽ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ലെസ് ദാൻ 2. എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? 2 ഇല്ല, 2ന് മുമ്പുള്ളത് ഏതൊക്കെയാ? 0യും 1ഉം. അപ്പൊ എന്ത് വരും? പി ഓഫ് എക്സ് ഈക്വൽ ടു 0യും പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1. ഓക്കെ, ദെൻ അടുത്ത എന്താ? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ? 2 ഉണ്ട് അല്ലേ? 2 ഉൾപ്പെടെ താഴെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് വരും? പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്നിട്ട് കണ്ടുപിടിക്കാം. ദെൻ അടുത്ത എന്തോ പറഞ്ഞിരിക്കുന്നേ? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2നും മുകളിലോട്ട് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് എന്തേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. 2ന് മുകളിലോട്ട് വല്ല ടേംസ് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്തെഴുതുക? പി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് 0. ഇതിന് മുകളിലോട്ട് എന്ത് വന്നു കഴിഞ്ഞാലും വാല്യൂ എന്താ നമുക്ക് തന്നിട്ടുണ്ട്? 0 ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 2ഉം അതിന് മുകളിലോട്ടും. അപ്പൊ 2 മാത്രമേ നമുക്കുള്ളൂ, അതിന് മുകളിലോട്ട് നമുക്കില്ല. സോ പ്ലസ് 0. പി ഓഫ് എക്സ് ഈക്വൽ ടു 2 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യം എക്സിന്റെ വാല്യൂ കെയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം, ദെൻ ബാക്കി 3 കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് മസ്റ്റ് ആയിട്ടും ഹോംവർക്ക് ചെയ്തേക്കണം. ഓക്കെ, ദെൻ ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.